നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവൻ കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ടും നന്ദിയുള്ളതുകൊണ്ടുവാ പഴയതൊന്നും മറക്കാത്തത്. അവന്റെ സ്ഥാനത്ത് വേറെ ആരായാലും ഈ വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഇതോടെ അവസാനിപ്പിച്ചേനെ. അവനായതുകൊണ്ട് മാത്രം എല്ലാം ക്ഷമിക്കാൻ തയ്യാറായത്. അതെന്റെ പെരുമാറ്റത്തിന്റെ ഗുണം കൊണ്ടാടി. അപ്പൊ പിന്നെ ഞാൻ അഹങ്കരിക്കണ്ടേ? വേണ്ട അമ്മേ? വേണം, നിനക്കതിനുള്ള അർഹതയുണ്ട്. ഒന്നും തീർന്നിട്ടില്ല, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നീ എന്നോടും എന്റെ മകളോടും അവനോടും ചെയ്ത ദ്രോഹത്തിന് പലിശ സഹിതം നിനക്ക് തിരിച്ചു കിട്ടും. ഒരുങ്ങിയിരുന്നു. സാറിന് നല്ല വിഷമമുണ്ട്. എന്തിന്? തങ്കച്ചി ആധാരം തിരിച്ചു കൊടുക്കാത്ത. അപ്പൊ എന്റെ കാശോ? വിശാലും സാറും തമ്മിലൊന്നും ഒരു ബന്ധമില്ല തങ്കച്ചി. അവര് കീരിയും പാമ്പും പോലെയാ. എനിക്കതൊന്നും അറിയണ്ട. നഷ്ടപ്പെട്ട എന്റെ പണം എനിക്ക് തിരിച്ചു കിട്ടണം. കിട്ടിയാലേ ഞാൻ ആധാരം തിരിച്ചു കൊടുക്കൂ. വിശാലിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ പണം തിരിച്ചു വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക സാർ. അതിനെനിക്ക് എന്ത് വഴിയും സ്വീകരിക്കും. സ്വീകരിച്ചോ? ഞാൻ പറഞ്ഞോ സ്വീകരിക്കണ്ടെന്ന്? പക്ഷെ എത്ര ആലോചിച്ചിട്ടും ഒരു വഴി അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നില്ലേ തങ്കച്ചി. അത് സ്വാമിക്ക് വിവരമില്ലാത്തോണ്ടാണ്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നല്ല, ഒരുപാട് വഴികൾ തെളിയും. ഇല്ല തങ്കച്ചി, ഒരു രക്ഷയില്ല. എടോ സ്വാമി, ഇന്ന് ശരത്ത് പുറത്തിറങ്ങുന്നത് തനിക്കറിയാലോ. പറയാ, അവനെ നമുക്ക് വിശാലിനെതിരെ ഉപയോഗിച്ചൂടെ? അതൊരു നല്ല ഐഡിയ ആണല്ലോ. അവര് തമ്മിൽ അടിച്ചു. അതെ, വിശാലിന്റെ കയ്യില് ആ കാശുണ്ടെന്നല്ലേ താൻ വിശ്വസിക്കുന്നത്? അത് ശരത്തിനെ ഉപയോഗിച്ച് തിരിച്ചെടുക്കണം. ശരത്ത് അത് ചെയ്യോ? ചെയ്യണമല്ലോ. അവനെ പുറത്തിറക്കിയ നമ്മളല്ലേ. അപ്പൊ നമ്മളോടല്ലേ അവന് കൂറ് വേണ്ടത്. ഐഡിയ കൊള്ളാം. എവിടെയെങ്കിലും പാളിയാലോ? പാളാൻ സാധ്യതയില്ല. പാളിയാ തന്നെ എല്ലാ കുറ്റം എടുത്ത് ജയശങ്കറിന്റെ തലയിൽ വെക്കണം. അതെങ്ങനെ പറ്റും? സാറൊന്നും അറിയില്ലല്ലോ. എടോ, അങ്ങനെ വരുത്തണം. സ്വാമി വിചാരിച്ചാലാണോ അതിന് പറ്റാത്തത്? നമുക്കൊന്ന് കളിച്ചു നോക്കാം സ്വാമി. ചിലപ്പോ വിജയിച്ചാലോ. ശ്രമിക്കല്ലേ. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നാ ആ കാശ് തിരിച്ചു പിടിക്കാൻ പറ്റും. എന്ന ശരത്ത് പുറത്തിറങ്ങട്ടെ, ബാക്കി അവനായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ആള് ശരത്തായോണ്ട് സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചോളാം. പിന്നെ അവൻ വരുന്നത് മ്യൂസിയത്തിൽ നിന്നല്ലല്ലോ, ജയിലിൽ നിന്നല്ലേ. കുറച്ച് മയപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്ക് മുതലെടുക്കാം. ദേവിക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ശരത്തിന് ജാമ്യം കിട്ടി. കിട്ടട്ടെന്നേ, അതുകൊണ്ടിപ്പോ എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇത്ര പെട്ടെന്ന് അവൻ പുറത്തു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ലോവർ കോർട്ടിൽ നിന്ന് ജാമ്യം തള്ളും എന്ന് തന്നെയായിരുന്നു എന്റെ വിശ്വാസം. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് അറിയായിരുന്നു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അപ്പോ വിഷ്ണു ഒരു മോശം വക്കീലല്ല? ഏയ് അല്ല. ശത്രുക്കളുടെ കൂട്ടത്തില് ഇനി അവനും ഉണ്ടാവും. അവനെ മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അതെവിടെ വെച്ചാണെന്ന് മാത്രം ഓർത്തെടുക്കാൻ പറ്റിയില്ല. ഏതോ ഒരു കോടതി മുറി വെച്ചിട്ടായിരുന്നു, അതും വക്കീലിന്റെ രൂപത്തില്. സാരല്ല സിദ്ധു, ജാമ്യമല്ലേ കിട്ടിയിട്ടുള്ളൂ. കേസ് നടക്കാനിരിക്കുന്നല്ലേ ഉള്ളൂ. അവിടെ ജയിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ദേവികൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് കേസിന്റെ കാര്യത്തില് പെട്ടെന്ന് കയറി അവനൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പോലീസും അറസ്റ്റും കോടതിയും ജയിലുമൊക്കെ അവനെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ കല്യാണം മുടങ്ങിയത്
അതത്ര പെട്ടെന്ന് അവൻ മറക്കില്ല. അവന്റെ ഇത്രയും കാലത്തെ ആഗ്രഹമാണ്, സ്വപ്നമാണ് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നില്ലാതായത്. ദേഷ്യം മുഴുവൻ നമ്മളോടായിരിക്കും അറിയാലോ. അവൻ എന്തെങ്കിലും ചെയ്യാൻ വരട്ടെ, അപ്പ ഞാൻ ആരാണെന്ന് അവൻ അറിയും. ഇത്രയും കാലം അവൻ എന്നെക്കുറിച്ച് ഒരു മതിപ്പും ഇല്ലായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇനി അവൻ അങ്ങനെ വിചാരിക്കില്ല.